കഴിഞ്ഞ 10-12 വർഷമായി വലിയ രീതിയിലേക്ക് ഇന്ത്യ അറിയപ്പെടുകയാണ്. ന്യൂനപക്ഷങ്ങളെ വേട്ടയാടുന്ന ഒരു സ്ഥലമാണ് ഇന്ത്യ എന്നുള്ളത്. അത് വലിയ രീതിയിലേക്ക് ഭീതി ഉണർത്തുന്ന സംഭവം തന്നെയല്ലേ? ഒരു വിഭാഗം ജനക്കൂട്ട വിചാരണ പോലെ വരിക, അവർ തന്നെ കുറ്റങ്ങൾ ആരോപിക്കുക, അവർ തന്നെ എവിഡൻസ് നിരത്തുക, അവർ തന്നെ കുറ്റം വിധിക്കുക, ശിക്ഷ വിധിക്കുക. സിസ്റ്റേഴ്സ് ഒന്നും വന്നത് കള്ളന്മാരെ പോലെയല്ല, അവരുടെ വസ്ത്രം ധരിച്ചുകൊണ്ടാണ് പുറത്തിറങ്ങിയത് ആണല്ലോ അല്ലേ? എനിക്ക് എപ്പോഴും ഒരു അഭിപ്രായമുള്ളത് 5 വർഷം 6 വർഷം മുമ്പ് ഈ പ്രതിഷേധം ഞാൻ മനസ്സിൽ കണ്ടതാണ്. കാര്യം കുറെ മുമ്പ് ഒരു അച്ഛന്മാരെയും സിസ്റ്റേഴ്സിനെയും സമയത്ത് വരെ നിങ്ങൾ പ്രതികരിക്കേണ്ടിയിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും അത് തന്നെയാണ് ക്രൈസ്തവ സഭയുടെ പരാജയം എന്നുള്ളത് പല ആളുകളും ചിന്തിക്കുന്നുണ്ടാവും. പക്ഷെ ഈ സിസ്റ്റേഴ്സിനെ അറസ്റ്റ് ചെയ്ത സമയത്ത് ഈ പള്ളിയിൽ വന്ന് നിങ്ങളുടെ കൂടെ ഇരുന്ന ആളുകൾ വരെ ചിരിക്കുന്നുണ്ടാവും എന്നാണ് ഞാൻ പറയുന്നത്. കേരളത്തിലല്ല, ഭാരതത്തിലല്ല, ഒരുപക്ഷെ ഭൂലോകത്തിൽ എമ്പാടവും ക്രൈസ്തവർക്ക് നേരെ ഇതിനപ്പുറത്തേക്കുള്ള വലിയ വിദ്വേഷപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇനിയും ഉണ്ടാകും. എൻ്റെ കൂടെ ഒരു വിനോദ് ബാലകൃഷ്ണനും ഒരു മനോജും ഒരു സുബേറും ഒക്കെ ഉണ്ടായിരുന്നു. ഒരു ഭക്ഷണപ്പൊതിയിൽ ഞങ്ങൾ ആർത്തിയോടെ ഭക്ഷിക്കുമായിരുന്നു. നമ്മുടെ രാജ്യത്ത് നടക്കുന്ന അനീതിപൂർവമായിട്ടുള്ള എല്ലാ വിധ്വംസക ശക്തികളും ഇവിടെ നിന്നും മാറ്റപ്പെടണം. സർക്കാരിന്റെ ഒത്താശ ഇല്ലാണ്ട് ഇത്ര നീചമായ പ്രവൃത്തികൾ നടക്കൂല. അല്ല, ഈ മുസ്ലിം ന്യൂനപക്ഷങ്ങള് തകർക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോ, പല ബില്ലുകൾ പാസ്സാക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോ അവരൊക്കെ ഒറ്റക്കെട്ടായി പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിച്ചു. നമ്മളിത് പറയേണ്ട വേറെ ഉണ്ട്. അത് നമ്മളിപ്പോ കർത്താവ് കുരിശിലാണ് കിടക്കുന്നത്. രക്ഷകരായി നിന്നിട്ട് പിന്നെ അവരാരായിട്ട് മാറുന്നത് കാബാലികരായിട്ട് മാറുകയാണ്. അതായത് ഇപ്പോ ഇവർ ഈ ജാമ്യം കൊടുത്തത് കേരളത്തിൽ നിന്ന് കുറച്ച് വോട്ട് നഷ്ടപ്പെടും. യെസ്, 100% ഉണ്ടാക്കിയ പണിയൊക്കെ കുളമാവരുതെന്ന് വെച്ച് ജാമ്യം കൊടുത്ത് കുറച്ച് ഒന്ന് സമാധാനിട്ടിരുന്നു. അതെ, പണി ഇനിയും തുടങ്ങും. പണി ഇനിയും തുടങ്ങിയാല് ബിജെപിക്ക് വോട്ട് കൊടുക്കൂല. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അത് എന്തുകൊണ്ടാ വെച്ചാൽ BJP ഇതേമാതിരി ഞങ്ങൾക്ക് ഒരു സപ്പോർട്ട് ഇല്ലാത്ത BJP ഞങ്ങൾ എന്ത് ചെയ്യും? BJPക്ക് ഇനി വോട്ടില്ല. ഞങ്ങളെ ഭാഗത്തുനിന്ന് വോട്ടില്ല BJPക്ക്. ഇതിനെ അങ്ങനെ രാഷ്ട്രീയവൽക്കരിച്ച് നേട്ടം കൊയ്യാൻ പറ്റും എന്നാണ് അവർ അതുകൊണ്ട് വിചാരിക്കുന്നത്. ഇങ്ങനെ പ്രശ്നം വരുമ്പോൾ രാഷ്ട്രീയവൽക്കരിക്കപ്പെടും. സാർ, നേട്ടം കൊയ്യാൻ പറ്റും ഉറപ്പായിട്ട്. അതായത് ഇന്ന് കന്യാസ്ത്രീകളെ ചോദ്യം ചെയ്തതിൽ അവിടെ വോട്ട് ബാങ്ക് കൂടി എന്ന എന്റെ ഒരു അഭിപ്രായം. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെയുള്ള മന്ത്രിമാരടക്കം അല്ലെങ്കിൽ മറ്റുള്ള ആളുകളടക്കം ജാമ്യം കിട്ടാൻ വേണ്ടി ട്രൈ ചെയ്തു പറഞ്ഞാൽ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടോ? അത് പറഞ്ഞ ആളുകൾക്ക് നേരത്തെ പറഞ്ഞ പോലെ അത് ഈ ഒരു ജൂറിസ്ഡിക്ഷൻ ഏരിയയിലാണ് പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ കോടതി ലക്ഷ്യത്തിന് പോയനം. നമസ്കാരം. കഴിഞ്ഞ 10-12 വർഷമായി ന്യൂനപക്ഷങ്ങൾക്കെതിരെ വലിയ രീതിയിലേക്കുള്ള വേട്ടയാണ് ഇന്ത്യയിൽ നടക്കുന്നത്. കഴിഞ്ഞ ദിവസം ദുർഗ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് 2 കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ചാണ് കോഴിക്കോട് നിന്ന് ഇത്തരം പ്രതിഷേധങ്ങൾ ഉയരുന്നത്. അച്ചോ, ഇത്തരം രീതിയിലേക്കുള്ള പ്രതിഷേധങ്ങൾ എത്രത്തോളം ഫലം കാണുമെന്നുള്ളതാണ്. ഇപ്പോ ജാമ്യം ലഭിച്ചിരിക്കുന്നു, പക്ഷേ അവരെ കേസിൽ നിന്ന് വിമുക്തമാക്കേണ്ട രീതിയിലേക്കൊക്കെ എങ്ങനെ പോകും? ഇവിടെ നീതിരഹിതമായിട്ടുള്ള അവസരത്തിൽ ഇങ്ങനെ പ്രതിഷേധ റാലിയൊക്കെ നടത്തുമ്പോൾ നമ്മുടെ ലക്ഷ്യമെന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്ത് നടക്കുന്ന അനീതിപൂർവമായിട്ടുള്ള എല്ലാ വിധ്വംസക ശക്തികളും ഇവിടെ നിന്നും മാറ്റപ്പെടണം. അതായത് ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം മിഷണറി പ്രവർത്തനം നടത്തുക എന്നുള്ളത്, ശുശ്രൂഷ ചെയ്യുക എന്നുള്ളത് മനുഷ്യരെ ദൈവത്തിലേക്ക് നടന്നെടുക്കുവാനായിട്ട് പഠിപ്പിക്കുക എന്നുള്ളതാണ്. പാവപ്പെട്ടവരും അധസ്ഥിതരും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുമായിട്ടുള്ള എല്ലാ ജനങ്ങളെയും സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്ന് അവരും മറ്റുള്ള എല്ലാവരെയും പോലെ ഈക്വലായിട്ടുള്ള ജീവിത സാഹചര്യത്തിലൂടെ വരേണ്ടവരാണെന്ന് വ്യക്തമാക്കി കൊടുക്കുവാനായിട്ട്. ഇതിൽ ആരും പേടിക്കേണ്ട കാര്യമില്ല. ആരെയും വെല്ലുവിളിക്കാനോ ആരുടെയും ഭരണ കേന്ദ്രത്തിന് കോടാലി വെക്കുവാനായിട്ടല്ല പ്രവർത്തനം നടത്തുന്നത്. മറിച്ച് ഇത് ക്രിസ്തുവിന്റെ കമാൻഡാണ്. ഞങ്ങൾ വിശ്വസിക്കുന്ന ക്രിസ്തു ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ള നിങ്ങൾ പോവുക, ലോകമെങ്ങും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം അറിയിക്കുക, പ്രസംഗിക്കുക. അതായത് നല്ല വാർത്ത അറിയിക്കുക. സുവിശേഷത്തിന്റെ അർത്ഥമാണ് നല്ല വാർത്ത, സദ്വാർത്ത. അപ്പോൾ ഒരു ക്രൈസ്തവനെ സംബന്ധിച്ചിടത്തോളം, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ പ്രവർത്തനങ്ങൾ എന്നും നന്മയിൽ അധിഷ്ഠിതമായി. അച്ചോ, ഇത്തരം രീതിയിലേക്ക്, അതായത് നമ്മൾ അറിയാം, എല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കേണ്ട, ഒറ്റക്കെട്ടായി ഇറങ്ങേണ്ട സമയം കഴിഞ്ഞില്ല എന്ന് എന്റെ ചോദ്യം കേട്ടോ. അതായത് പലപ്പോഴും വിഘടിച്ചു നിൽക്കുന്ന ആളുകളുണ്ടാവും. ഞാൻ പറയുന്നത് എത്ര കാലം എന്ന് വെച്ചാണ് നമുക്ക് ശരിക്കും പീഡനം സഹിക്കാൻ കഴിയുക? ന്യൂനപക്ഷങ്ങൾക്ക് ഇന്ത്യയിൽ നിൽക്കാൻ കഴിയാത്തൊരവസ്ഥ എത്രത്തോളം നോക്കി കാണുന്നു ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ? ഈ ന്യൂനപക്ഷങ്ങൾക്കുള്ള ഈ പീഡനത്തിന്റെ പശ്ചാത്തലത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ
ഈ ഐക്യത്തിൻ്റെ ആവശ്യകത ഉണ്ട് എന്നത് ഞങ്ങൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നുണ്ട്. മാത്രമല്ല ഐക്യമില്ലായ്മ ഇല്ല എന്നാണ് എനിക്ക് പറയാനായിട്ട് സാധിക്കും. ഇവിടെ തന്നെ വന്നിരിക്കുന്ന ഈ ഒരു ക്രൗഡ് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയുള്ള വിവിധ സഭാ വിഭാഗങ്ങളിൽപ്പെട്ടവർ, വിവിധ സഭകളിലുള്ളവർ, അവരെല്ലാവരും ഒരുമിച്ചാണ് വന്നിരിക്കുന്നത്. ഒരു പ്രശ്നമുണ്ടായപ്പോൾ മാത്രമല്ല, മറ്റൊന്ന് ഈ പീഡനത്തെക്കുറിച്ച് പറയാനായിട്ട് ഈ സഭ തുടങ്ങിയപ്പോൾ മുതലേ വ്യത്യാസങ്ങൾ, പ്രതിലോമ ശക്തികളുടെ ആക്രമണമൊക്കെ സഭ നേരിട്ടിട്ടുണ്ട്. കഴിഞ്ഞ 10-12 വർഷം, അതായത് അച്ഛനോട് പറയാനുള്ളത്, കഴിഞ്ഞ 10-12 വർഷമായി വലിയ രീതിയിലേക്ക് ഇന്ത്യ അറിയപ്പെടുകയാണ്. ന്യൂനപക്ഷങ്ങളെ വേട്ടയാടുന്ന ഒരു സ്ഥലമാണ് ഇന്ത്യ എന്നുള്ളത്. അത് വലിയ രീതിയിലേക്ക് ഭീതി ഉണർത്തുന്ന സംഭവം തന്നെയല്ലേ? തീർച്ചയായിട്ടും അതെ. പക്ഷേ ഞങ്ങൾ പറയുന്ന ഒരു കാര്യമേ ഉള്ളൂ, ഞങ്ങൾക്ക് ഒരു പ്രിവിലേജസിൻ്റെയും ആവശ്യമില്ല. ഒരു ഭാരതത്തിലെ പൗരൻ എന്ന നിലയിൽ ലഭിക്കുന്ന എല്ലാ സംരക്ഷണവും, അത് ഭരണഘടന പറയുന്ന, ഭരണഘടനയുടെ അഖണ്ഡത പറയുന്ന, അല്ലെങ്കിൽ സെക്യുലറിസം വിഭാവനം ചെയ്യുന്ന ഒരു സിറ്റിസന്റെ എല്ലാവിധമായിട്ടുള്ള അവകാശങ്ങളും ഏതൊരു ക്രൈസ്തവരും ന്യൂനപക്ഷത്തിൽപ്പെട്ട ആൾക്കും ലഭ്യമാകുന്നത് വരെ ഈ ഒരു പോരാട്ടം തുടരണമെന്നാണ് എൻ്റെ അഭിപ്രായം. അച്ഛനോട് വേറെ കാര്യം ചോദിക്കുക. അതായത് കുറച്ച് ആളുകൾ വരുന്നു, ഇത്തരം രീതിയിൽ ചോദ്യം ചെയ്യുന്നു. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം, സാധാരണ രീതിയിലേക്ക് നമുക്ക് എപ്പോഴും ഒരാളോട് ചോദ്യം ചെയ്യുന്നതിന് അതിന് അതാത് പവർ വേണം. ഒന്നുകിൽ പോലീസ് ആയിരിക്കണം, അല്ലെങ്കിൽ പട്ടാളമായിരിക്കണം. ഇത് ഒരു കൂട്ടം ആളുകൾ മുദ്രാവാക്യം വിളിച്ച് ചോദ്യം ചെയ്ത് അവരെ വലിയ രീതിയിലേക്ക് ഭീതിയിലാക്കുന്നു. അവരെന്ത് ചെയ്യുമെന്ന് പറയാൻ കഴിയില്ല. അവരുടെ കയ്യിൽ അധികാരങ്ങളുണ്ട്. പോലീസിന്റെ മുന്നിൽ വെച്ച് തന്നെ ഇത്തരം രീതിയിലേക്ക് ചോദ്യം ചെയ്യുന്നത് എത്രത്തോളം നമ്മളെ ഇന്ത്യക്ക് നാണക്കേടാണെന്ന് ചോദിക്കുന്നു. ഈ ജനക്കൂട്ട വിചാരണ എന്നുള്ളത് ഇപ്പോൾ ഒരു എപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ ജീവിക്കുന്നത്. ഒരു വിഭാഗം ജനക്കൂട്ട വിചാരണ പോലെ വരിക, അവർ തന്നെ കുറ്റങ്ങൾ ആരോപിക്കുക, അവർ തന്നെ എവിഡൻസ് നിരത്തുക, അവർ തന്നെ കുറ്റം വിധിക്കുക, ശിക്ഷ വിധിക്കുക, ആ രീതിയിലേക്ക് വരുന്ന ഒരു സമ്പ്രദായം ഇന്ത്യയുടെ ഒരു അവസ്ഥയ്ക്ക്, കാലാവസ്ഥ, ജനാധിപത്യ രാജ്യത്തിന് വലിയ രീതിയിലേക്ക് നാണക്കേട് ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ വലിയ രീതിയിലേക്ക് അപകടം ഉണ്ടാക്കുന്ന സംഭവമല്ലേ? തീർച്ചയായിട്ടും അതെ. പക്ഷേ ഞങ്ങൾ ഇപ്പോഴും ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നുണ്ട്, അതുപോലെ ജുഡീഷ്യറിയിൽ വിശ്വസിക്കുന്നുണ്ട്, അതുപോലെ ഭാരതത്തിന്റെ അഖണ്ഡതയിലും വിശ്വസിക്കുന്നുണ്ട്. ഇതിലൊരു മാറ്റം വലുതായ പൂർണ്ണതയിലേക്ക് ഭാരതം എത്തണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അച്ഛോ, ഈ ഇത്തരം രീതിയിലേക്ക് അച്ഛൻ പറഞ്ഞു, അതായത് എല്ലാ മതക്കാരും നമ്മളുടെ സഹോദരന്മാരാണ്. അതായത് ക്രിസ്തു എന്താണ് ഏൽപ്പിച്ചത് അത് ഞങ്ങൾ ചെയ്യുന്നു എന്നുള്ളതാണ്. അത്തരം രീതിയിലേക്കുള്ള ജനാധിപത്യം എന്നുള്ള സംഭവം മറന്നു പോവുകയാണ് ഇന്ത്യ എന്ന് അച്ഛന് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും ഈ അടുത്ത കാലത്തുള്ള ഈ പ്രവർത്തനങ്ങൾ കാണുമ്പോൾ അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. കാരണം ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു, ഈ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒന്ന് ശ്രമിച്ചിരുന്നെങ്കിൽ ഈ ക്രൈസ്തവ സഭയുടെ സ്വാധീനം അത്രമാത്രം ഈ ഭാരതത്തിനുണ്ടായിരുന്നു. ആ സ്വാധീനം യഥായോഗ്യം ഒന്ന് വിനിയോഗിക്കുമായിരുന്നെങ്കിൽ ഈ പറഞ്ഞ ജ്യോതി ശർമ്മ എന്നുള്ള പേര് മാറ്റിയിട്ട് ഒരുപക്ഷെ മേരിന്നോ അന്നമ്മ എന്നുള്ള പേര് മാറ്റാനായിട്ടൊന്നും നിഷ്പ്രയാസം ക്രിസ്ത്യാനികൾക്ക് സാധിച്ചേനെ. പക്ഷെ ക്രൈസ്തവ സഭ അങ്ങനെയല്ല ചെയ്തിട്ടുള്ളത് ഇതുവരെ. ക്രൈസ്തവ സഭ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ അധികൃതരായിട്ടുള്ള ആളുകളെ ഉന്നത സ്ഥാനങ്ങളിലേക്ക് കൊണ്ടുവരിക, പാർശ്വവൽക്കരിക്കപ്പെട്ടവരെയും മറ്റ് പ്രയാസപ്പെടുന്നവരായിട്ടുള്ള ആളുകളെയും സമൂഹത്തിന്റെ ഉന്നത സ്ഥാനങ്ങളിലേക്ക് കൊണ്ടുവരിക, വിദ്യാഭ്യാസം ഇല്ലാത്തവർക്ക് വിദ്യാഭ്യാസം കൊടുക്കുക, മാനസികമായിട്ടും മറ്റുള്ള സ്ഥലങ്ങളിലും അവരെ ഉന്നതിയിലേക്ക് കൊണ്ടുവരാനായിട്ടാണ് ഭാരത ക്രൈസ്തവ സഭ എന്നും ശ്രമിച്ചിട്ടുള്ളത്. പക്ഷേ ഞാൻ ഇപ്പോ അച്ഛനോട് ചോദിക്കുകയാണ്, എത്രത്തോളം അത് ഇനി സാധ്യമാകും? അതായത് പുറത്തിറങ്ങി, അതായത് സിസ്റ്റേഴ്സ് ഒന്നും വന്നത് കള്ളന്മാരെ പോലെയല്ല, അവരുടെ വസ്ത്രം ധരിച്ചുകൊണ്ടാണ് പുറത്തിറങ്ങിയത്, ആണല്ലോ അല്ലേ? അല്ലാതെ കള്ളന്മാരെ പോലെ കൂട്ടിയിട്ട് പോകുക, അല്ലെങ്കിൽ വേറെ വണ്ടിയുടെ ഉള്ളിൽ അടച്ചിട്ട് പോകുന്ന സംഭവമല്ല ചെയ്ത്. ഇത്രയേറെ സുരക്ഷിതമില്ലാത്ത രീതിയിലേക്ക് ന്യൂനപക്ഷങ്ങൾ പോകുമ്പോൾ എനിക്ക് എപ്പോഴും ഒരു അഭിപ്രായമുള്ളത്, 5 വർഷം 6 വർഷം മുമ്പ് ഈ പ്രതിഷേധം ഞാൻ മനസ്സിൽ കണ്ടതാണ്. കാര്യം കുറെ മുമ്പ് ഒരു അച്ഛന്മാരെയും സിസ്റ്റേഴ്സിനെയും സമയത്ത് വരെ നിങ്ങൾ പ്രതികരിക്കേണ്ടിയിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതിനോട് എന്താ അച്ഛന് പറയാനുള്ളത്? പ്രതികരിക്കുന്നുണ്ട്, തീർച്ചയായിട്ടും പ്രതികരിക്കുന്നു. പക്ഷേ ക്രൈസ്തവ സഭയുടെ ഒരു പ്രതികരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വെറും അഗ്രസീവായിട്ട് നമ്മൾ പോകാറില്ല. പക്ഷെ നേരത്തെ സിസ്റ്റർ പറഞ്ഞിരുന്നു, ഒരു സിംഹത്തിന്റെ പതുങ്ങിയിരിക്കുന്നതേ ഉള്ളൂ. പക്ഷെ നമുക്ക് ഒരു പരിധിയൊക്കെ വിട്ടുകഴിഞ്ഞാൽ ക്രൈസ്തവ സഭയെ സടകുടഞ്ഞു ഉണർത്തെഴുന്നേൽക്കും. കാരണം ഒരു കാലഘട്ടത്തിൽ, എല്ലാ കാലഘട്ടത്തിലും ക്രൈസ്തവ സഭ ചെയ്തിട്ടുള്ളത് ഇങ്ങനെ ഒരു ക്രൂരമായിട്ടുള്ള ഒരു എതിർപ്പിനെ അല്ല ഉണ്ടായിട്ടുള്ളത്, മറിച്ച് സമാധാനപരമായിട്ടുള്ള, എന്നാൽ നമ്മുടെ അവകാശങ്ങളൊക്കെ സംരക്ഷിക്കുന്ന വിധത്തിലുള്ള ഒരു പ്രതികരണം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. അച്ഛോ, ഇത്ര രീതിയിലേക്ക് നിങ്ങൾ പ്രതികരിക്കുന്നത് സമയം കഴിഞ്ഞു എന്ന് പറയുമ്പോൾ അവരുടെ അതായത് എതിർപക്ഷത്ത് നിൽക്കുന്ന ആളുകൾ വലിയ ക്രൂരന്മാരാണ്. തീർച്ചയായിട്ടും അത് തന്നെയാണ് ക്രൈസ്തവ സഭയുടെ പരാജയം എന്നുള്ളത് പല ആളുകളും ചിന്തിക്കുന്നുണ്ടാവും. പക്ഷെ ഇങ്ങനെ ഒരു കാര്യം കൂടി ചിന്തിക്കണം, എപ്പോഴൊക്കെ ക്രൈസ്തവ സഭ പീഡനം ഉണ്ടായിട്ടുണ്ടോ ആ സമയത്തും ക്രൈസ്തവ തകർന്നു പോയിട്ടുള്ള അല്ല ഉണ്ടായിട്ടുള്ളത്. ഞാൻ പറയുന്നത് മുസ്ലിം സമുദായമോ ക്രിസ്ത്യൻ സമുദായമോ ഹിന്ദു സമുദായം ഇവിടെ തകർക്കാൻ ശ്രമിച്ചാൽ തകർന്നു പോകാത്ത രീതിയിലേക്ക് പോയി. ഞാൻ പറയുന്നത് സ്വസ്ഥത എന്നുള്ള സാധനമുള്ള നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്, ആ സ്വസ്ഥത ഇല്ലെങ്കിൽ എന്ത് ചെയ്യുന്ന? തീർച്ചയായിട്ടും അതിനോട് പ്രതികരിക്കേണ്ടി വരും, ശക്തമായിട്ട് രീതിയിൽ തന്നെ പ്രതികരിക്കുക. അതിന്റെ ഒരു ചെറിയൊരു ആരംഭമായിട്ട് തന്നെ ഇതിനെ കണക്കാക്കാം സമൂഹത്തിന്. അച്ഛോ, നമ്മൾ പറയുമ്പോൾ അതായത് നമ്മൾ ഇന്ന് വരെ കാണാത്ത രീതിയിലേക്കുള്ള പ്രതികരണമൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഉദ്ദേശിക്കുന്നത്, ഞാനൊരു 5 വർഷം 6 വർഷം മുമ്പ് ഈ പ്രതികരണം എൻ്റെ മനസ്സിൽ കണ്ടതാണ്. ഇത് വരണം. ക്രിസ്ത്യൻ സമുദായത്തിലെ പല സംഭവങ്ങളിലും, അതായത് പള്ളികളടക്കം അടിച്ചു തകർക്കുമ്പോൾ, പള്ളികളടക്കം പൊടിക്കുമ്പോൾ വരെ എനിക്ക് എൻ്റെതായുള്ള രീതിയിലേക്ക് എനിക്ക് തോന്നിയിട്ടുണ്ട്, എന്തുകൊണ്ടാണ് ഈ സമൂഹം ഉയരാത്തത് എന്ന്. അത് മണിപ്പൂരല്ലേ, അല്ലെങ്കിൽ മഹാരാഷ്ട്രയിലല്ലേ, ബോംബെയിലല്ലേ എന്ന് തള്ളിക്കളയുന്ന സ്വഭാവത്തിലേക്ക് നിന്നു.
അത് ശരിക്കും തെറ്റായി പോയെന്ന് ഇപ്പോൾ തോന്നുന്നുണ്ടോ? ഒരു പൊതുസമൂഹത്തിന്റെ ബോധ്യമാണ് ഇപ്പോൾ പറഞ്ഞത്. ഓരോ തലങ്ങളിൽ നിന്നും പ്രതിഷേധങ്ങളും പീഡനങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ, വെറുപ്പിന്റെ വിദ്വേഷത്തിൻ്റെതായ അലയൊലികൾ ഉണ്ടാകുമ്പോൾ അത്തരത്തിൽ തന്നെ തിരിച്ചൊരു പ്രതികരണം ഉണ്ടാകണം എന്നുള്ള ഒരു മാനുഷികമായ സ്വഭാവം എല്ലാവർക്കും ഉണ്ടാകും. എന്നാൽ അപ്പോൾ എല്ലാ പള്ളികളിലും പോയി ലഡു വിതരണം ചെയ്യുന്നു, അതുപോലെ തന്നെ എന്താണ് പറയാ, അവിടെ പോയിട്ടുള്ള പരിപാടിയിൽ പങ്കെടുക്കുന്നു. ഇത്തരം ഇതിലേക്ക് മനസ്സിനുള്ളിൽ ഇപ്പോ എനിക്ക് പറയാനുള്ള ഒരു വിഷയം, ഈ സിസ്റ്റേഴ്സിനെ അറസ്റ്റ് ചെയ്ത സമയത്ത് ഈ പള്ളിയിൽ വന്ന് നിങ്ങളുടെ കൂടെ ഇരുന്ന ആളുകൾ വരെ ചിരിക്കുന്നുണ്ടാവുന്ന ഞാൻ പറയുന്നത്. ഞാൻ ഈ സംഭവം നടന്നതായ ദുർഗിൽ ഏതാണ്ട് 10 വർഷങ്ങൾക്ക് മുമ്പ് പ്രവർത്തിച്ച ഒരാളാണ്, ശുശ്രൂഷ ചെയ്ത ആളാണ്, ബിലായിയാണ്. ഏറെ ശാന്തമായ സുന്ദരമായ ഒരു സ്ഥലവുമായിരുന്നു. എന്നാൽ ഇത്ര പെട്ടെന്ന് ഇത് കലുഷിതമായ ഒരു അന്തരീക്ഷം എങ്ങനെ സംജാതമായി എന്നുള്ളതിനെ കുറിച്ച് ഇന്നും എനിക്ക് അത് മനസ്സിലാക്കാനോ തിരിച്ചറിയാനോ കഴിയുന്നില്ല. ക്രൈസ്തവ സഭയെ സംബന്ധിച്ചിടത്തോളം സ്നേഹത്തിന്റെ സുവിശേഷം പങ്കിടുക എന്നുള്ളതാണ്. ഒരു കാരണത്തെ അടിക്കുക, മറുകാരണം കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. എന്നൊരിക്കലും ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഇത് ഇന്ന് ഈ നേതാക്കന്മാരുടെയൊക്കെ മുമ്പിൽ ഇത് തുറന്നു കാട്ടുവാനുള്ള ഒരു അവസരമായിട്ട് വരികയാണ്. അത്തരത്തിൽ ഉപയോഗിക്കുന്നു മാത്രമേ ഉള്ളൂ. എന്നാൽ പോലും ഈ ക്രൈസ്തവ മതത്തിന്റെ ഒരു പ്രത്യേകത അത് സ്നേഹത്തിൽ സംവദിക്കുന്ന ഒരു മതമാണ്. പക്ഷേ നമ്മളെ ചതിക്കാൻ വരുന്ന ആളുകളെ, ചതിക്കും എന്ന് ഉറപ്പുള്ള ആളുകളെ തുറന്നു കാണിച്ചിട്ടും അവരുടെ കൂടെ പക്ഷം ചേരുന്നത് എന്തുകൊണ്ടാണ്? വേദപുസ്തകത്തിൽ പറയുന്നത് ക്രിസ്തുവൻ പറഞ്ഞിട്ടുണ്ട്, ഇതുകൊണ്ട് അവസാനിക്കുകയില്ല. കേരളത്തിലല്ല, ഭാരതത്തിലല്ല, ഒരുപക്ഷെ ഭൂലോകത്തിൽ എമ്പാടവും ക്രൈസ്തവർക്ക് നേരെ ഇതിനപ്പുറത്തേക്കുള്ള വലിയ വിദ്വേഷപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇനിയും ഉണ്ടാകും. പീഡനങ്ങൾ അതിശക്തമായേക്കാം. അപ്പോഴും പറയുന്നത് ദൈവത്തിന്റെ പദ്ധതി എന്ന് പറയുന്നത് ടു പ്രീച്ച് എന്നുള്ളതാണ്, പ്രസംഗിക്കുക എന്നുള്ളത്. അത് മതപരിവർത്തനമല്ല, മനപരിവർത്തനമാണ്. മതപരിവർത്തനമായിരുന്നുവെങ്കിൽ ഇതിനോടകം ഭാരതത്തിലൊക്കെ വന്നതായ വിദേശ മിഷണറിമാർ സ്ഥാപിച്ചതായിട്ടുള്ള സ്ഥാപനങ്ങൾ, സ്കൂളുകൾ, കോളേജുകൾ, വില്യം കേറി മുതലായ ആളുകൾ ഭാഷാന്തരം ചെയ്തത്, ഹിന്ദി പോലുള്ള ഭാഷകൾക്ക് രൂപം കൊടുത്തതൊക്കെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കൊണ്ടാണ്. അന്ന് നേരിട്ട് ഇവരെല്ലാവരും ക്രിസ്ത്യാനികളാക്കാമായിരുന്നല്ലോ. അതുകൊണ്ട് ലക്ഷ്യം അതല്ല, മതപരിവർത്തനമല്ല, മനപരിവർത്തനമാണ്. ഈ സമൂഹത്തിനാകമാനമുള്ള മനസ്സിന് മാറ്റം ഉണ്ടാകണം. എൻ്റെ ചെറുപ്പകാലങ്ങളിലൊക്കെ ഓർക്കുന്നുണ്ട്, ഞാൻ കോളേജ് വിദ്യാഭ്യാസങ്ങളിലും സ്കൂൾ വിദ്യാഭ്യാസങ്ങളിലൊക്കെ എൻ്റെ കൂടെ ഒരു വിനോദ് ബാലകൃഷ്ണനും ഒരു മനോജും ഒരു സുബേറൊക്കെ ഉണ്ടായിരുന്നു. ഒരു ഭക്ഷണപ്പൊതിയിൽ ഞങ്ങൾ ആർത്തിയോടെ ഭക്ഷിക്കുമായിരുന്നു. ഒരു ഞങ്ങൾക്ക് തമ്മിലുണ്ടായിരുന്നില്ല. ഇന്നത് ആലോചിക്കുമ്പോൾ വലിയ രീതിയിലേക്ക് സന്തോഷകരമായ ഒരു കാലത്ത് നമ്മൾ ജീവിച്ചിരുന്നു എന്ന് പറയാം. തീർച്ചയായിട്ടും സന്തോഷകരമായ ഒരു കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നു. ഇന്ന് ഒരു പക്ഷേ നമുക്കറിയില്ല കോളേജുകൾ ഉണ്ടോ എന്നുള്ളത്. എന്നാൽ അയവിറക്കുമ്പോൾ അത്തരത്തിലുള്ള സാഹോദര്യത്തിന്റെ നിറമാർന്ന പാഠഭേദങ്ങൾ നമ്മുടെ കലാലയ സിലബസിൽ കൂടാതെ തന്നെ നമ്മൾ അഭ്യസിച്ചിരുന്നു എന്നുള്ളതായിരുന്നു. അച്ഛൻ പറയുന്ന ഒരു വാക്കിന്റെ, അതായത് കോളേജുകളിൽ ഇന്ന് അതുണ്ടോ എന്ന് പറയുമ്പോൾ കോളേജുകളിലൊക്കെ ഇന്ന് അത് കൂടി വരികയാണെന്ന് പറയേണ്ടി വരും. കാര്യം ഇവരുടെയൊക്കെ വെറുപ്പ് സമ്പാദ്യം ആർക്കും വേണ്ട എന്നുള്ളതാണ്. ആ രീതിയിലേക്ക് വന്നു എന്ന് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ തോന്നിയിട്ടുണ്ട് എപ്പോഴും. തീർച്ചയായിട്ടും വെറുപ്പിന് നടുവിലാണ് സ്നേഹം കുറേ കൂടെ പ്രകാശിക്കുന്നത്. ഇരുട്ടിൽ വെളിച്ചം പ്രകാശിക്കുന്ന പോലെ തന്നെയാണ് ക്രിസ്തുവിന്റെ സ്നേഹം പ്രകാശിക്കുന്നത്. അതുകൊണ്ട് ക്രിസ്തുവിന്റെ സാരഥികളാകുക എന്ന് പറഞ്ഞാൽ മതപരിവർത്തനമല്ല, മറ്റുള്ളവരുടെ മനസ്സിനെ, സമൂഹത്തിന്റെ നിന്ദകളെ, കാഴ്ചകളെ ഒരു പുതിയ സുന്ദരമായ കാഴ്ചയിലേക്ക് നയിക്കുക എന്നുള്ളത് മാത്രമാണ്. കോടതി ചരിത്രത്തിൽ തന്നെ, നമ്മളിപ്പോൾ പള്ളിയുടെ മുന്നിൽ നിന്നാണ് ഷൂട്ട് ചെയ്യുന്നത്, കോടതി ചരിത്രത്തിൽ തന്നെ ഇത്രയേറെ, അതായത് നിങ്ങളൊന്ന് വിട്ട് കൊടുക്ക്, ഞങ്ങൾക്കൊന്ന് എന്ത് ചെയ്യണം, ഞങ്ങൾക്കൊന്ന് വോട്ടുറപ്പിക്കണം എന്നുള്ള ഇതിലേക്ക് ഉണ്ടായിട്ടുണ്ടോ? ഇതിൻ്റെ വെച്ചാല് ഇവിടെ ഇവര് സംസാരിക്കുന്നത് സംസാരിക്കുന്നത് എന്തായാലും വെച്ചാല് ഇതൊരു രാഷ്ട്രീയവൽക്കരണത്തിന്റെ, ഈ ബജൻദാൾ എന്ന് പറഞ്ഞ ഇതിന്റെ ഒരു രാഷ്ട്രീയവൽക്കരണമാണ്. ഇവർക്ക് ഇപ്പം ഇങ്ങനെ അവർ ചെയ്തു കഴിഞ്ഞാൽ ഇപ്പൊ അവര് ഈ പറഞ്ഞല്ലോ, ഇപ്പൊ അവരെ അറസ്റ്റ് ചെയ്തു, പിന്നെ അവർ ജാമ്യത്തിൽ വിട്ടു. ഇതൊരു വോട്ട് ബാങ്ക് ഉണ്ടാക്കാനാണ് കേരളത്തിൽ. എന്നെ സംബന്ധിച്ചിട്ട് കേരളത്തിൽ ഇവർക്കൊരു വോട്ട് ബാങ്ക് വേണം. ഇപ്പം ക്രിസ്ത്യ സമൂഹത്തിനെ മൊത്തം ഇവർക്ക് കിട്ടണം. അതായത് ഒറിജിനൽ കയ്യിൽ നിന്ന് പണി പാളി. ഇത് സത്യാവസ്ഥ പരമാർത്ഥമായ കന്യാസ്ത്രീമാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്ന ആൾക്കാരാ. ഇവർ ആരും മതപരിവർത്തനം ഞങ്ങൾ സഭ ആരോടും ഞങ്ങൾ പറയുന്നില്ല. അതായത് ഇപ്പോ ഇവർ ഈ ജാമ്യം കൊടുത്തത് കേരളത്തിൽ നിന്ന് കുറച്ച് വോട്ട് നഷ്ടപ്പെടും. യെസ്, 100% ഉണ്ടാക്കിയ പണിയൊക്കെ കുളമാവരുതെന്ന് വെച്ച് ജാമ്യം കൊടുത്ത് കുറച്ച് ഒന്ന് സമാധാനം ഇരുന്നു. അതെ, പണി ഇനിയും തുടങ്ങും. പണി ഇനിയും തുടങ്ങിയാൽ ക്രിസ്ത്യ സമൂഹം ഞങ്ങൾ വേറെ രീതിക്ക് ഞങ്ങൾ ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ ലത്തീൻ സമുദായം ഞങ്ങൾ ഇനി ആർക്കും വോട്ട് കൊടുക്കുന്നില്ല പറഞ്ഞ ഒരു തീരുമാനം ഞങ്ങളെ സഭയിൽ തന്നെ ഞങ്ങളൊരു നേതാക്കന്മാർ ഞങ്ങളിവിടെ ഇറക്കാനുള്ള പരിപാടിയാണ് ലത്തീൻ കാത്തലിക് തീരുമാനിക്കുന്നത്. അത് എന്നോ ഇറക്കേണ്ടതായിരുന്നില്ലേ? ആയിരുന്നു. അത് അതിപ്പോ ഞാൻ ഈ പബ്ലിക്കിൽ എനിക്ക് പറയാൻ പറ്റാത്തൊരു വർഷങ്ങളാണ്. പബ്ലിക്കിൽ തന്നെ പറയണ്ടേ. നമ്മൾ അച്ഛന്മാർ നമുക്ക് സപ്പോർട്ട് ചെയ്താൽ നമുക്കിപ്പോൾ ഞാനൊരു ഉദാഹരണം നിങ്ങൾക്ക് പറയാം. മുസ്ലിം ലീഗ് എന്ന സംഘടനയ്ക്ക് അവിടെ എല്ലാ നേതൃത്വം ചെയ്യുന്നത്
പാണക്കാട് നിന്ന് സിയാബ് തങ്ങൾ പറയുന്ന ആളെ നിർത്തുമെന്ന് പറഞ്ഞാൽ അപ്പോൾ ലത്തീനെ ഒരാളെ നിർത്തണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇവിടെ ആൾക്കാരുണ്ട്, നിൽക്കാൻ പറ്റിയ സാഹചര്യമുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞാൽ കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷനിൽ ജോളി ജെറോം ഇവിടെ നിന്നു, തോപ്പിച്ചത് നമ്മളെ സഭക്കാർ തന്നെയാണ്. അതിനാരും നമ്മൾക്ക് സപ്പോർട്ട് തന്നിട്ടില്ല. ഇനി ഇവിടുന്ന് അങ്ങോട്ട് പാടില്ല. നമ്മൾ ഇത് എന്നോ തുടങ്ങുന്ന സംഗതികളാണ്. ഇതിൻ്റെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇത് ജാമ്യം കിട്ടിയിട്ടല്ല, ഇത് എന്ന് അറസ്റ്റ് ചെയ്ത് അന്ന് ഒരു 4 പേര് മതി. ലത്തീൻ സമുദായത്തിലെ 4 പേര് വൈകുന്നേരങ്ങളിൽ യുവജനങ്ങളൊന്നും ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതൊരു ഒച്ചപ്പാടാവുമായിരുന്നു. ഇത് കഴിഞ്ഞു, അതൊന്നും നോക്കില്ല. ഇത് മുന്നോട്ട് തന്നെ ഞങ്ങൾ പോകും. യൂത്തിൻ്റെ ശക്തമായ പ്രതികരണം എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ ഈ ലത്തീൻ കത്തോലിക്ക ഇനി ഉറങ്ങാൻ സാധിച്ചില്ല, ഞങ്ങൾ ഉറക്കം ഉണർന്നു കഴിഞ്ഞു. ഇനി ഒരു അൽമാനല്ല ഒരു അച്ഛന്മാർക്ക് എന്ത് വന്നാലും ഞങ്ങൾ പ്രതിഷേധിച്ച് ഇറങ്ങിയേ പറ്റൂ. അതിന് ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ മുന്നിൽ പോകാനും ഞങ്ങൾ തയ്യാറാണ്. ഇതൊക്കെ ചെയ്യുന്നത് എന്താ വെച്ചാൽ, ഇത് BJPക്ക് കുറച്ച് വോട്ട് കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ്. അത് വേണ്ട, ഒരു BJPക്കും ഞങ്ങൾ വോട്ട് കൊടുക്കൂല. ഈ എന്താ വെച്ചാൽ ഇവർ ഒരു 2 ആഴ്ചനെ കൊണ്ട് ഇവർ ഒന്നും ചെയ്യാത്ത കന്യാസ്ത്രീമാരെ ഇവർ പോയി അറസ്റ്റ് ചെയ്ത് പിന്നെ BJPക്ക് വോട്ട് കൊടുക്കൂല. എന്തുകൊണ്ടാണ് അങ്ങനെ പറയണേ? അത് എന്തുകൊണ്ടാ വെച്ചാൽ BJP ഇതേമാതിരി ഞങ്ങൾക്ക് ഒരു സപ്പോർട്ട് ഇല്ലാത്ത BJP ഞങ്ങൾ എന്ത് ചെയ്യും? ഇവിടെ എത്ര ആൾക്കാർ വന്ന് ഞങ്ങൾക്ക് എന്താ ഉള്ളത്? നമ്മളെ സമുദായം വളരണം, അത് ഞങ്ങളെ സമുദായം കൊടുക്കൂല. ഇപ്രാവശ്യം അത് ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. ബിഷപ്പ് കൗൺസിലും ഞങ്ങളും ഈ മോൺസിഞ്ഞോറൊക്കെ ഞങ്ങൾ സംസാരിച്ചതാണ്. BJPക്ക് ഇനി വോട്ടില്ല, ഞങ്ങളെ ഭാഗത്തുനിന്ന് വോട്ടില്ല BJPക്ക്. അതായത് പാവപ്പെട്ട ആളുകളെ നെഞ്ചത്ത് കയറുക, അങ്ങനെ വേണം പറയാം. പാവപ്പെട്ട ആളുകൾ നെഞ്ചത്ത് കയറി നാടകം കളിക്കുക, അത് സർക്കാർ ഒത്താശയോടെ, പോലീസ് ഒത്താശയോടെ അത്തരം രീതിയിലേക്ക് പോവാ. എന്താണ് പറയാനുള്ളത്? നമ്മൾ ഭരണകൂടം പറയുന്ന നിയമവശം ഒന്നായിട്ട് നിയമങ്ങളും കോടതികളെയും ഓരോതായ രീതികൾ കൊണ്ട് നിർത്തുന്നത് കൊണ്ടാണ് ഇങ്ങനെയുള്ള അക്രമങ്ങൾ ന്യൂനപക്ഷങ്ങൾക്ക് വരുന്നത്. ഇത് തുടങ്ങിയിട്ട് കാലങ്ങൾ 10 വർഷമൊന്നുമല്ല, നമ്മളൊക്കെ അറിവിൽ നിന്ന് കുറേ മുമ്പ് തുടങ്ങിയിരിക്കുന്നു. പക്ഷേ ഈ സമയങ്ങളിൽ, ഈ ചുരുങ്ങിയ കാലയളവിൽ വളരെ നീചമായി ഒരു ആൾക്കൂട്ട വിചാരണ, കോടതിയെ തമ്മിൽ ഇന്നതൊക്കെ നിങ്ങൾ ഈ ഛത്തീസ്ഗഡിലെ കോടതിയിൽ കണ്ട പ്രശ്നങ്ങൾ ആലോചിച്ച് നോക്കൂ. അവിടെ കോടതി ഒരു നിയമത്തിന്റെ വശമായിട്ട് ഇവർക്ക് ജാമ്യം കൊടുക്കുന്നു. ജാമ്യം കൊടുത്തു കഴിഞ്ഞിട്ട് എന്താ ചെയ്യുന്നത്? അവിടെ നിന്ന് പറയേണ്ട ഒരു ആൾക്കൂട്ടം, പല കൊടികളും മറ്റേ വർഗീയമാരെ ആലോചിച്ചു. നമ്മൾ ന്യൂനപക്ഷങ്ങളിൽ നിൽക്കുക, ഭൂരിപക്ഷം ഉള്ള വർഗീയത അതാണ് കാണുന്നത്. അവിടെ മറ്റേ ബജരംഗൽ എന്നൊക്കെ പറഞ്ഞത് കാണിക്കുന്നത് കോടതികളെ നിയമ നടത്തുകളെ അറിയിക്കുന്ന ആ സംഭവത്തിൽ കോടതികളെ ധിക്കരിച്ചുകൊണ്ട് നമ്മൾ വിചാരണ നടത്തുമെന്ന് പറയാൻ മാത്രം എന്താണ് നാടിന്റെ? അതായത് കൂട്ടങ്ങളെ പ്രൊട്ടക്ട് ചെയ്തു ഈ സർക്കാർ എല്ലാം പറയാൻ കഴിയോ? കുറെ കൂട്ടങ്ങൾ സർക്കാരിന്റെ ഒത്താശ ഇല്ലാണ്ട് ഇത്ര നീചമായ പ്രവൃത്തികൾ നടക്കൂല. അതിനിപ്പോൾ ഏത് സർക്കാരായാലും. അപ്പോൾ അതാണ് ന്യൂനപക്ഷങ്ങളെ ഏത് തോതിൽ നമുക്ക് നശിപ്പിക്കാം എന്നുള്ളതാണ് ഇപ്പോഴേ നടക്കുന്നത്. അത് ഇനിയും വരും. ഇത് പറഞ്ഞത് വളരെ ന്യൂനപക്ഷം എന്ന് പറഞ്ഞാൽ മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടിയിട്ട് കുറെ മുൻപ് അതിന് തകർത്ത് അടുത്തത് ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അല്ല, ഈ മുസ്ലിം ന്യൂനപക്ഷങ്ങളെ തകർക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ, പല ബില്ലുകൾ പാസ്സാക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ അവരൊക്കെ ഒറ്റക്കെട്ടായി പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിച്ചു. നമ്മളിത് പറയേണ്ട വേറെ ഉണ്ട്. അത് നമ്മളിപ്പോൾ കർത്താവ് കുരിശിലാണ് കിടക്കുന്നത്, മറ്റേതെന്ന് പറഞ്ഞാൽ നക്ഷത്രന്മാരി എന്ന് പറഞ്ഞാൽ പടന്ന് കിടന്ന വന്ന് കല്ലിലാണ് കിടന്നത്. അപ്പോൾ ആ രൂപങ്ങൾ നമ്മളിത് പ്രതികരിക്കാനല്ല, നമ്മൾ സമാധാനം, പ്രാർത്ഥന, ഇങ്ങനെയുള്ള കാര്യങ്ങളായിട്ട് പോകുന്നത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ സമാധാനത്തിലാണ് നമ്മൾ പോകുന്നത്, നിങ്ങൾ അഭിപ്രായപ്പെടണോ? പക്ഷേ പുറത്തു നിൽക്കുന്ന ആളുകൾ സമാധാനത്തിലല്ല, അതിന്റെ അങ്ങേയറ്റം ഹൈപ്പിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. മറ്റേ നമ്മളെ നേതൃത്വത്തിന്റെ നമ്മളിപ്പോ പഠിച്ചു വന്ന കാലത്ത് കൊണ്ട് നമ്മളിപ്പോ മിഷണറീസും കാര്യങ്ങളൊക്കെ വന്നിട്ട് പറയുന്നത് മതം മാറ്റി മിഷണറീസും പല സ്കൂളുകൾ, ആസ്പത്രികൾ, ഇങ്ങനെ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തത് ഇങ്ങനെ താഴെ കിടക്കുന്ന ആൾക്കാരെ ഉയർത്തിക്കൂടി. ഈ താഴെ കിടന്ന ആൾക്കാർ ഉയർന്നു വന്നപ്പോൾ വലിയ 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 ആൾക്കാരായി. അപ്പോൾ ഇവർക്ക് ഇപ്പം എന്താ, നമ്മൾ വന്ന വഴി, പണ്ട് നമ്മൾ പറയുന്ന മാതിരി പഴയ കാലം വന്ന വഴി മറക്കരുതെന്നൊക്കെ പറഞ്ഞ മാതിരി അത് മറന്നു. ജാമ്യം കിട്ടിയിരിക്കുന്നു. പക്ഷേ ഈ ജാമ്യം ശരിക്കും നിങ്ങളുടെ ഒരു വോട്ട് ബാങ്ക് തകരരുത് എന്ന് വെച്ച് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എത്രത്തോളം അത് എതിർക്കാൻ കഴിയും? ജാമ്യം കൊണ്ട് വോട്ട് ബാങ്ക് തകരും എന്ന് വിചാരിക്കാൻ അങ്ങനെ ഒരു വോട്ട് ബാങ്ക് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഇടക്കാലത്ത് ചില പ്രവർത്തനങ്ങളൊക്കെ നടത്തിയത് കൊണ്ട് ആളുകൾ ഒരുപക്ഷെ അങ്ങനെ ആലോചിച്ചിട്ടുണ്ടാവും ചിലരെങ്കിലും. പക്ഷെ അതൊക്കെ ഈ രാജ്യത്തിൻ്റെ പൊതുവായ മതപരമായ ഒരു സെക്യുലർ ഫാബ്രിക്കിനെ ഇപ്പോഴത്തെ ഭരണകൂടം എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് എന്ന് ആളുകൾ തിരിച്ചറിഞ്ഞു കഴിയുമ്പോൾ തീരാവുന്ന വിഷയമുള്ളൂ. ജാമ്യം കിട്ടുക എന്നതിനപ്പുറത്ത് എന്തുകൊണ്ടാണ് കേസെടുക്കേണ്ടി വന്നതെന്ന് ആദ്യം പറയേണ്ടി വരും. പിന്നെ എന്തുകൊണ്ടാണ് അത്തരം വകുപ്പുകൾ ഇട്ടതെന്ന് ആദ്യം പറയേണ്ടി വരും. പിന്നെ അതിനുശേഷം എങ്ങനെയാണ് ജാമ്യം കിട്ടിയതെന്നും പറയേണ്ടി വരും. ഇതിൻ്റെയൊക്കെ പൊതുവിൽ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, കേസ് എടുത്ത് കഴിഞ്ഞപ്പോൾ പിന്നെ FIR ഒന്നും ചെയ്യാനില്ല, FIR ആയിപ്പോയി. അതുകൊണ്ട് ഇനി ഈ ഒരു പ്രതിഷേധം തണുപ്പിക്കണമെങ്കിൽ ജാമ്യം എന്തായാലും കിട്ടണം. അതിപ്പോൾ ഇവർ വിചാരിച്ചില്ലെങ്കിൽ ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ജാമ്യം കിട്ടും. അപ്പോൾ ഞങ്ങൾ കൂടി ഇടപെട്ട് ജാമ്യം കിട്ടി എന്ന രീതിയിലേക്ക് വരിക എന്നതൊക്കെ കൂടി ഇതിൻ്റെ പിന്നിലുണ്ടാവും. പക്ഷെ എന്താണെങ്കിലും ഈ രാജ്യത്ത് ഇങ്ങനത്തെ സാഹചര്യങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു, തുടർന്നുകൊണ്ടിരിക്കുന്നു എന്ന് ആളുകൾ തിരിച്ചറിയാൻ ഇതൊരു കാരണമായിട്ടുണ്ട്. സർ, ഈ നമുക്ക് തലോടലും അടിയും ഒരേ സമയത്ത് കിട്ടുക, ഇതാണ് പൊതുവെ BJPയുടെ ഒരു അവസ്ഥ. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം BJPയുടെ ഒരു അവസ്ഥ. കുറച്ച് ആളുകളെ കെട്ടഴിച്ചു വിടുന്നു, വലിയ രീതിയിലേക്ക് മർദ്ദിക്കുന്നു, ചോദ്യം ചെയ്യുന്നു. ഇത്തരം ഇതിലേക്ക് ഇന്ത്യ പോയാൽ, അതായത് പോലീസിന്റെയും പട്ടാളത്തിന്റെ ഒക്കെ പവർ ഒരു കൂട്ടം കൊടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും ഇവിടുത്തെ അവസ്ഥ, ഇന്ത്യയുടെ അവസ്ഥ?
ഇതിനെ അങ്ങനെ രാഷ്ട്രീയവൽക്കരിച്ച് നേട്ടം കൊയ്യാൻ പറ്റും എന്നാണ് അവർ അതുകൊണ്ട് വിചാരിക്കുന്നത്. ഇങ്ങനെ പ്രശ്നം വരുമ്പോൾ രാഷ്ട്രീയവൽക്കരിക്കപ്പെടും. സാർ, നേട്ടം കൊയ്യാൻ പറ്റും ഉറപ്പായിട്ട്. അതായത് ഇപ്പോ ഇന്ന് കന്യാസ്ത്രീകളെ ചോദ്യം ചെയ്തതിൽ അവിടെ വോട്ട് ബാങ്ക് കൂടി എന്ന എൻ്റെ ഒരു അഭിപ്രായം. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ കന്യാസ്ത്രീകളെ ചോദ്യം ചെയ്തു. ഭാരതത്തെ സ്നേഹിക്കുന്ന, ഞാനും നിങ്ങളും അടക്കമുള്ള ആളുകളുടെ ഭാരതത്തെ സ്നേഹിക്കുന്ന മനസ്സ് വേറെയാ. അതായത് പൊതുവെ കാഴ്ചപ്പാടിൽ എല്ലാവരെയും സുഹൃത്തുക്കളായി സമാധാനത്തോടെ സ്നേഹത്തോടെ ജീവിക്കണമെന്നുള്ള അവരുടെ സംഭവം അതല്ല. ഹിന്ദു രാജ്യം അല്ലെങ്കിൽ ഹിന്ദു രാജ്യമാണ്, അല്ലെങ്കിൽ ഞങ്ങളുടെ രാജ്യമാണ്, നിങ്ങൾ മറ്റുള്ള ആളുകളോട് പൊക്കോ എന്ന് പറയുന്ന സന്ദേശങ്ങളാണ് തന്നുകൊണ്ടിരിക്കുന്നത്. അത് ഒരു തമ്മാടി കൂട്ടങ്ങളായിട്ടുള്ള കുറച്ച് ആളുകൾക്ക്, ഇപ്പോൾ ഞാൻ പേര് എടുത്തന്നെ പറയാം, ബജ്രംഗ് ദൾ എന്നുള്ള പോലുള്ള വളരെ വൃത്തികെട്ട രീതിയിലേക്ക് അതാ പറഞ്ഞ അവരിതിനെ രാഷ്ട്രീയവൽക്കരിക്കാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ അതുവഴി ഈ പറഞ്ഞ രീതിയിലേക്ക് എത്താമെന്നാണ് അവരുടെ ധാരണ. ഒരു വശത്ത് ഹിന്ദുക്കളും മറുവശത്ത് മറ്റു ന്യൂനപക്ഷങ്ങളും വരും എന്നാണ് അവരുടെ ധാരണ. പക്ഷേ ഞങ്ങൾ വളരെ ശ്രദ്ധാപൂർവ്വം ബോധപൂർവമാണ് ഞങ്ങളുടെ പ്രതികരണങ്ങളൊക്കെ. ഞങ്ങളുടെ പ്രതികരണത്തിലൊന്നും രാഷ്ട്രീയമില്ല. ഞങ്ങൾ പറയുന്നത് എന്താണ്, രാജ്യത്തിൻ്റെ ഭരണഘടനയാണ് ഞങ്ങൾ പറയുന്നത്. രാജ്യത്തിൻ്റെ ഭരണഘടന ചില കാര്യങ്ങൾ ഉറപ്പ് നൽകുന്നുണ്ട്. അതിൽ ജാതി മതമൊന്നുമില്ല. അപ്പോൾ അത് ഉറപ്പ് നൽകുന്നതിന് ആരൊക്കെ ഏതൊക്കെ സംവിധാനങ്ങൾ ഒപ്പം നിൽക്കുന്നുണ്ട്, ആരൊക്കെ അതിനെ തകർക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഉൾപ്പെടുന്ന എല്ലാ വേദികളിലും ഞങ്ങൾ ഭരണഘടനയെ ഉയർത്തിപ്പിടിച്ച് ഭരണഘടനയുടെ ഈ മതേതരത്വത്തെ പറ്റിയുള്ള ചർച്ചകൾ നടന്ന കാര്യങ്ങളാണ് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടല്ലോ. എന്തിനാണ് ഇവിടെ ഇങ്ങനെ മതസ്വാതന്ത്ര്യം കൊടുക്കുന്നത്, പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള കാര്യം മൗലികാവകാശം ആക്കണ്ട എന്ന് വോട്ടിനിട്ട് തീരുമാനമെടുത്തതാണ്. ഈ വോട്ടിനിട്ട ആളുകൾ ബഹുഭൂരിപക്ഷവും ഹിന്ദുക്കളായിരുന്നല്ലോ. അവർ തന്നെ തീരുമാനമെടുത്തത് ഈ രാജ്യത്ത് എല്ലാ മതത്തിനും അവരുടെ മതപരമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുക എന്നത് മൗലിക അവകാശം കൊടുക്കാനും തീരുമാനിച്ചു. അങ്ങനെ തീരുമാനിച്ചൊരു രാജ്യത്ത് ഇപ്പോൾ ഒരു പക്ഷേ ഭരണഘടനയിലോ പാർലമെന്റിലോ അങ്ങനെ ഒരു ചർച്ച വന്നു കഴിഞ്ഞാൽ എന്താവുമെന്ന് നമുക്കറിയാം. പക്ഷെ അതിനപ്പുറത്ത് ഞങ്ങൾ വിശ്വസിക്കുന്ന ഒരു ഭരണഘടനയുണ്ട്. ആ ഭരണഘടനയിലാണ് പൊതുവായ ജനങ്ങളൊക്കെ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് അതിന് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലൂടെ തടയിടാൻ ശ്രമിക്കുമ്പോൾ അത് ജനങ്ങളുടെ മുന്നിൽ തുറന്നു കാട്ടുക ഞങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ട് പരമാവധി ഞങ്ങൾ മനഃപൂർവ്വം തന്നെ ഇതിനകത്ത് രാഷ്ട്രീയം കലർത്തുന്നില്ല. ഇതിനകത്ത് രാഷ്ട്രീയ പാർട്ടികളൊക്കെ നമ്മൾ പിന്തുണയ്ക്കുന്നുണ്ടാവും, പലരും ഉണ്ടാവും. പക്ഷേ ഏത് ഉദ്ദേശത്തിലാണെങ്കിലും ഇവിടെ ഞങ്ങൾ പറയുന്നത് ഞങ്ങൾക്ക് രാഷ്ട്രീയമില്ല. ഇപ്പോൾ ഹിന്ദു ആണെങ്കിലും മുസ്ലിം ആണെങ്കിലും ക്രിസ്ത്യൻ ആണെങ്കിലും ഈ രാജ്യം ഉറപ്പ് നൽകുന്ന ചില പൗരാവകാശമുണ്ട്. ആ പൗരാവകാശത്തെ നിങ്ങൾ ചോദ്യം ചെയ്യുമ്പോൾ അത് ഞങ്ങൾക്ക് തിരിച്ചറിവ് ഉണ്ട് എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് ഇത്തരത്തിലുള്ള പ്രകടനങ്ങളൊക്കെ ചെയ്യുന്നത്. കത്തോലിക്ക സഭ എപ്പോഴും അവസരത്തിന് ഒത്തു ഉയരുകയും ത്യാഗങ്ങൾ സഹിക്കുകയും പ്രാർത്ഥനകളിലൂടെയും പോകുന്ന ഒരു സഭയാണ്. ഞങ്ങളിപ്പോൾ ഇന്ന് പറുദീസയിൽ നിൽക്കുമ്പോൾ ഞങ്ങൾ ഗെത്സമേനും ഗാവുകൾത്തേയും കടന്നാണ്, പ്രാർത്ഥനയും ത്യാഗങ്ങളും കടന്നാണ് എപ്പോഴും ഈ സഭ പറുദീസയിൽ എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് ആരും വിചാരിച്ചാൽ തകർത്ത് കളയാവുന്ന ഒരു സഭയല്ല. സാർ, ആരും വിചാരിച്ചാൽ തകർത്തു കളയാവുന്ന രീതിയിലേക്കല്ല ഇന്ന് പ്രവർത്തനം. അതായത് അത്രയേറെ വലിയ രീതിയിലേക്ക് പടർന്നു കഴിഞ്ഞു. ഞാൻ പറയുന്നത് ഈ സുഗമമായി പോവാം, സുഗമമായി പറഞ്ഞാൽ കേൾക്കാത്ത ആളുകളോട് പ്രതിഷേധം രേഖപ്പെടുത്തണം. പ്രതിഷേധം എന്ന് പറയുന്നത് അക്രമമല്ല. പ്രതിഷേധം എന്ന് പറയുന്നത് 100% നിർത്തലാ. ഞങ്ങൾക്ക് ഇനി BJP സർക്കാരിന് ഇത്തരം രീതിയിലേക്ക്, അതായത് 10-12 വർഷമായി പള്ളികൾ തകർക്കപ്പെടുന്നു, കുരിശുകൾ അടിച്ചമർത്തുന്നു, ന്യൂനപക്ഷങ്ങൾക്ക് പല രീതിയിലേക്കുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, മുസ്ലിം സമുദായത്തിന്റെ പള്ളികൾ കയറുന്നു, ബീഫ് വെച്ചതിന്റെ പേരിൽ മറ്റുള്ള സംഭവം, ഇത്തരം രീതിയിലേക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ഇത് ഞങ്ങൾക്ക് നിങ്ങളുടെ വോട്ടില്ല എന്ന് പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നം മാത്രമേ ഉള്ളൂ. അടുത്തോട്ട് വരും. ഇന്നും പറഞ്ഞേക്കണെന്താ, ഇപ്പോ ജാമ്യം കിട്ടുമ്പോൾ വരെ നിങ്ങളുടെ വോട്ട് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള സോഫ്റ്റ് കോർണറായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സാറേ, ഈ തെരഞ്ഞെടുപ്പുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ ഞങ്ങളുടെ അരമനകളിലും ഞങ്ങളുടെ വീടുകളിലും ഞങ്ങളുടെ മഠങ്ങളിലുമെല്ലാം ഇപ്രകാരമുള്ള ആൾക്കാർ സന്ദർശനം നടത്താറുണ്ട്. അവർ കേക്കും മധുരപലഹാരങ്ങളും ഒക്കെ കൊണ്ടുവരാറുണ്ട്. പക്ഷെ ഞങ്ങൾക്കതിനെക്കുറിച്ച് ഉത്തമ ബോധ്യമുള്ള ആൾക്കാരാണ്. ഞങ്ങൾ ആരെയും അങ്ങനെ ഞങ്ങളുടെ ഭവനത്തിൽ പ്രവേശിക്കരുത് എന്ന് പറയില്ല. ഞങ്ങളെല്ലാവരെയും സ്വീകരിക്കും. പക്ഷെ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം. പിന്നെ ഓരോ സ്ഥലങ്ങളിലും ഞങ്ങൾ അനുഭവിക്കുന്ന ഈ വേദനകൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പറയുമ്പോൾ അതിനുപോലെ തിരിച്ചടിക്കാനുള്ള ശക്തിയൊന്നും ഞങ്ങൾക്കില്ല. ഞങ്ങളുടെ ലക്ഷ്യവും ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ള ക്രിസ്തു പഠിപ്പിച്ചിട്ടുള്ള പാതയും അതല്ല. പക്ഷെ ഞങ്ങൾ ഇന്ത്യയുടെ ഭരണഘടനയിൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. ഇവർ കള്ളക്കേസ് കൊടുത്ത് ജയിലിലേക്ക് ഇട്ടു. പക്ഷെ അവിടെ ആ കോടതി ഞങ്ങൾക്ക് ജാമ്യം തന്നു. കോടതി കണ്ടെത്തിയത് എന്തെന്നാണ്? കോടതിയുടെ ഫൈൻഡിങ്സിൽ പറയുന്നത് അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല. സാർ, ഇപ്പോ ചെറിയൊരു കാര്യം ഞാൻ പറയട്ടെ. അതായത് ഇപ്പോൾ പ്രതിഷേധം രേഖപ്പെടുത്തി ജാമ്യം കിട്ടി, NIA അന്വേഷിക്കുന്ന രീതിയിലേക്ക് ഇത് പോവുകയാണെങ്കിൽ അവർ ജീവിതകാലം മുഴുവൻ അവിടെ കിടന്നേനെ എന്നാ പറയുന്നത്. നിങ്ങളുടെ പ്രതിഷേധം കൊണ്ട് മാത്രമാണ് ഇത് ഞങ്ങളുടെ അടിത്തറ ഇളകും, അല്ലെങ്കിൽ ഞങ്ങളുടെ കേരളത്തിലുള്ള അടിത്തറ ഇറങ്ങാൻ സാധ്യതയുണ്ട് എന്നുള്ള ലെവലിലേക്ക് മന്ത്രിമാരടക്കം ഇടപെട്ടത്. പ്രതിഷേധം കൊണ്ട് മാത്രമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോടതി ഈ പ്രതിഷേധം ഒന്നും കോടതി കണക്കാക്കില്ല. വേണ്ട, ഒന്നും വേണ്ട. എന്തിനാണ് കോടതി പ്രതിഷേധം രേഖപ്പെടുത്തുന്നത്? അവിടെയുള്ള മന്ത്രിമാരടക്കം അല്ലെങ്കിൽ മറ്റുള്ള ആളുകളടക്കം ജാമ്യം കിട്ടാൻ വേണ്ടി ട്രൈ ചെയ്തു പറഞ്ഞാൽ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടോ? അത് പറഞ്ഞ ആളുടെ നേരത്തെ പറഞ്ഞ പോലെ അത് ഈ ഒരു ജൂറിസ്ഡിക്ഷൻ ഏരിയയിലാണ് പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ കോടതി ലക്ഷ്യത്തിന് പോയനം. പക്ഷെ ഇത് നമ്മളുടെ ഏരിയയിലല്ല. പക്ഷെ ഞങ്ങൾക്ക് എപ്പോഴും നടന്നോ അങ്ങനെ നാണക്കേടല്ലേ ഇന്ത്യക്ക്? അത് ആയിരിക്കാം. അതായത് വോട്ട് ബാങ്കിന് വേണ്ടി നിങ്ങൾ ജാമ്യം കൊടുക്കുക എന്ന് പറയുന്ന ലെവലിലേക്ക്, പറയാതെ പറയുന്ന ലെവലിൽ കൊടുക്കുന്നത് ശരിയാണോ? അത് തെറ്റാണ്. പക്ഷേ
ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഭരണഘടനയിൽ വിശ്വാസമുണ്ട്. സാർ, അപ്പൊ ആരൊക്കെ കയ്യിലെടുത്തു? കോടതിയെ, പോലീസ് സ്റ്റേഷനെ, മറ്റുള്ള സംവിധാനമൊക്കെ കയ്യിലെടുത്തിട്ടല്ലേ ഇവർ ഇരിക്കുന്നത്? അതൊക്കെ വെറുതെ പറയുന്നതാണ് സാറേ. അങ്ങനെ കോടതിനെ ഒന്നും കയ്യിലെടുക്കാനൊന്നും പറ്റിയെന്നില്ല. പ്രോസിക്യൂഷനെ എതിർക്കാതിരിക്കാൻ പറ്റും, പക്ഷെ കോടതിയിൽ കയ്യിലെടുക്കാനൊന്നും അതൊക്കെ അവർ പറയുന്നത് മണ്ടത്തരങ്ങളാണ്. അത് കോടതി അറിഞ്ഞു കഴിഞ്ഞാൽ കോടതി ആ പറഞ്ഞ ആൾക്കാരെ പിടിച്ച് അകത്തേക്ക് ഇടും. അതുകൊണ്ടാണ് അത് പറയുന്നത്. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ക്രിസ്തു ഗാഗുൽത്ത മലയിൽ രക്തം ചിന്തി ഉണ്ടാക്കിയ സഭയാണ്. അത് ഞങ്ങൾ ജീവൻ കൊടുത്തും ഞങ്ങൾ ആ സഭയെ സംരക്ഷിച്ച് സഭയുടെ കൂടെ നിൽക്കും. KLC എപ്പോഴും അതിന് വ്യക്താക്കളായിട്ടും ഉണ്ടാവും. പ്രതികരണം, സിസ്റ്റേഴ്സിന്റെ കാര്യത്തിൽ പ്രതികരണം ചോദിച്ചപ്പോൾ എന്താ പറയുക? അതൊന്നും പ്രതികരിച്ചില്ല. കാരണം വെച്ചാൽ അയാൾക്ക് അതിനുള്ള തട്ടിലില്ല. അതുകൊണ്ടാണ് അതിൻ്റെ സത്യം. അയാൾക്ക് ഇതിന് ഇതാണ് നമ്മളെ ഈ സ്വന്തം പാർട്ടിനെ അയാൾക്ക് അവഗണിക്കാൻ പറ്റാത്തതിന്റെ ഭാഗമായിട്ടായിരിക്കും അയാൾ പ്രതികരിക്കാൻ. അത് ശരിയായ നിലപാടാണോ? അല്ല. ഇവിടെ നിങ്ങൾക്ക് നല്ല ലെവലിൽ ചോറ് കൂട്ടി തരുന്നു, അവിടെ നല്ല ലെവലിലേക്ക് തീ കൂട്ടി തരുന്നു. അതെ, ഇത് സത്യമുള്ളത്. ഇവിടെ നടന്ന ക്രിസ്ത്യന്മാര് അവിടെ നടന്ന സംഭവം എന്ന് വെച്ചാല് രക്ഷകരായി നിന്നിട്ട് പിന്നെ അവരാരായിട്ട് മാറുന്നത് കാബാലികരായിട്ട് മാറുകയാണ്. ശരിക്കും രക്ഷകരാണ്. നമ്മൾ ഈ ഭരിക്കുന്നവരാണല്ലോ ജനങ്ങളെ രക്ഷക്ക് മുന്നിട്ടിറങ്ങണ്ടേ. അവരെന്നെ ഇവര് കാബാലികരായിട്ട് മാറുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് അനുഭവം വരുമ്പോഴല്ലേ നമുക്ക് ഓരോന്ന് പഠിക്കാൻ പറ്റുള്ളൂ. അതതിന്റെ സത്യതാണ്. ന്യൂനപക്ഷങ്ങൾക്കെതിരെ പല രീതിയിലേക്കുള്ള പ്രയാസങ്ങൾ ഉണ്ടാക്കിയിട്ടും ഇത്തരം രീതിയിലേക്ക് ശബ്ദിക്കുന്ന സംഭവം വേറെ ഉണ്ടായിട്ടില്ല. ക്രിസ്ത്യൻ സമുദായം ഒട്ടുക്കും ഇതേ രീതിയിലേക്ക് പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. നന്ദി, നമസ്കാരം.